നോബൽ ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാട് നിർണായകമാണ്. MLA-മാരുടെ പിന്തുണ എന്നതിനപ്പുറമുള്ള ഘടകങ്ങൾ പരിശോധിക്കുമോ ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. MLA-മാരുടെ പിന്തുണ ഉറപ്പായിട്ടും KC വേണുഗോപാലിനാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന നിരീക്ഷകർ അവിടെ പോയി പറഞ്ഞിരിക്കുന്ന കാര്യവും MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. പക്ഷേ പൊതുവികാരം അതോടൊപ്പം ഘടകകക്ഷികളുടെ പിന്തുണ അത് VD സതീശനാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് സമീപനം എടുക്കുന്നതിന്റെ എന്തെങ്കിലും സൂചനകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്തയാളാണ് KC വേണുഗോപാൽ. സ്മൃതി, കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ കൊണ്ടോ ചർച്ചകൾ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളുടെ ഭാഗമായാണ് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ VD സതീശൻ, KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളോട് ദില്ലിക്ക് എത്താനുള്ള നിർദ്ദേശം നൽകുകയും അവർ ദില്ലിയിലെത്തി ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ചർച്ചകൾ ഇപ്പോൾ സജീവമായി ആരംഭിച്ചിട്ടില്ല. ചർച്ചകൾ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ എത്തിയ നിരീക്ഷകർ കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് MLA-മാരുടെ പിന്തുണ കൂടുതൽ KC വേണുഗോപാലിനാണ്. ജനപിന്തുണ പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ VD സതീശന് കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ ഭരണമികവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യ പ്രകാരം എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് മാത്രമാണ് ഹൈക്കമാൻഡ് എന്താണെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിവിധങ്ങളായ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളൊക്കെ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണെങ്കിലും എത്രയും വേഗം ആ തീരുമാനം പ്രഖ്യാപിക്കുക എന്നാണ് ഹൈക്കമാൻഡ് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ആർക്കും ഒരു തരത്തിലുള്ള പക്ഷാപാതമായ തീരുമാനം എടുക്കാതെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരാളെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ മറ്റ് ആളുകളെ ഏത് തരത്തിൽ അവരെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഈ മറ്റ് സമവായത്തേക്ക് കൊണ്ടുവരണം, അതുമായി ബന്ധപ്പെട്ട ഫോർമുലകൾ ആവശ്യമുണ്ട്. അതൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്ത് മാത്രമായിരിക്കും ഈ തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേതാക്കൾ ഇനിയിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച ചേർത്ത് അതിനുശേഷം അവസാന ചർച്ചകൾ മാത്രമാണ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ എന്നും ഏറെക്കുറെ തീരുമാനം വന്നിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാലിന് ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമുണ്ട്. അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണയ്ക്കൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകമായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനമായി അടിച്ചേൽപ്പിക്കപ്പെട്ടു തോന്നുന്നൽ ഉണ്ടാകരുത് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ കൃത്യമായി തന്നെ നടത്തി മാത്രമായിരിക്കും തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ MLA-മാരുടെ പിന്തുണ നോക്കി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് KC വേണുഗോപാൽ, അതല്ല ജനവികാരം മാനിച്ചാണെങ്കിൽ VD സതീശൻ, അതിനപ്പുറം ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോംപ്രമൈസ് മുഖ്യമന്ത്രിയാണെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന ഫോർമുലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത്. എന്താണെങ്കിലും വിശദമായ ചർച്ചകൾ വേണം എന്നത് ഇപ്പോൾ തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളടക്കം KC വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് AICC പുതിയ ആളെ കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ എന്താണെങ്കിലും പരിഗണിച്ചായിരിക്കും തീരുമാനം എന്ന് മനസ്സിലാക്കും. ഇന്നലെ നമ്മളിപ്പോൾ നിൽക്കുന്ന കേരള ഹൗസിലാണ്. കുറച്ച് ജൻസികളൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇന്നലെയും ജൻസികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ജൻസികൾ വലിയ തരത്തിൽ VD സതീശന് ഒരു സ്വാഗതം നൽകാനൊക്കെ എത്തിയത് വലിയ തരത്തിൽ പിന്നീട് സണ്ണി ജോസഫിനെതിരെ നടന്ന കോപരമായ പരാമർശങ്ങളൊക്കെ വലിയ തരത്തിൽ വിവാദമായതൊക്കെയാണ്. എന്താണെങ്കിലും ഇന്നും ജൻസികളൊക്കെ ഹൈക്കമാൻഡ് നിലപാട് എന്താ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. PA സുനിൽ, ഇപ്പോൾ ആർക്കാകും നറുക്കു വീഴുക എന്നാണല്ലോ പ്രധാനം. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും ഈ 3 പേരിൽ ആര് എന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും രാഹുൽ ഗാന്ധി വിട്ടു നിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഖാർഗെയും സോണിയാഗാന്ധിയും ഇതിൽ ആരുടെ വാക്കിനാകും അവസാന തീരുമാനമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക? എന്താണ് നമുക്ക് അറിയാനാകുന്നത്? ഒരു തരത്തിലും ഇതിൽ ഇടപെടില്ല എന്നാണോ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട്? സ്മൃതി, നെഹ്റു കുടുംബത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമാവുക. അതിനാൽ സോണിയാഗാന്ധി തന്നെയായിരിക്കും ഒരു ഫൈനൽ കോൾ ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ 3 നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിലാണ് ഹൈക്കമാൻഡ് ഗൗരവമായ പരിശോധന നടത്തുന്നത്. നേരത്തെ നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാധാരണ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ളത്, ഇതിനു മുൻപൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് നിയമസഭയിലെ നിയമസഭയിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷം കണക്കിലെടുത്ത് തന്നെയായിരുന്നു. അത് രാജസ്ഥാനിലായിക്കോട്ടെ, കർണാടകത്തിലായിക്കോട്ടെ, നേരത്തെ മധ്യപ്രദേശിലായിക്കോട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലും ആ രീതി തന്നെയാണ് പിന്തുടർന്നത്. ഏതായാലും കേരളത്തിൽ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കാൻ പോകുന്നതെങ്കിൽ നേരത്തെ നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പേരിന് അംഗീകാരം നൽകേണ്ടി വരും. അതേസമയം കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നോ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡ് വരികയാണ്. പക്ഷേ അപ്പോഴും ഇത് നീണ്ടുപോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കേരളത്തിൽ കിട്ടിയിട്ട് പോലും മുഖ്യമന്ത്രിയെ പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും തർക്കം തെരുവിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ക്ഷീണമാണ്. ഏതായാലും 3 നേതാക്കളും ഡൽഹിയിലുണ്ട്. 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് പ്രത്യേകം ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ 3 പേരോടും പ്രത്യേകം സംസാരിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഈ നേതാക്കളുമായി